ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനം 91 അധ്യായം അതിൻ്റെ 13 വചനത്തിൽ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും എന്ന് എഴുതിയിരിക്കുന്നു. ദൈവവചനത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് എഴുതിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. ഒരുവൻ യേശുവിനെ വിശ്വസിച്ചാൽ അവൻ സർവശക്തനായ ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അവൻ തന്നെത്താൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ അവൻ ദൈവത്തിന് സ്വയം ഏൽപ്പിക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും അവർ പരാജയത്തെ നേരിടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിന് കാരണം അവർ ക്രിസ്തുവിനെ വിശ്വസിച്ചാലും അവരുടെ ജീവിതം ക്രിസ്തുവിനെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അവർ കാണുന്നതിൻ്റെ എല്ലാം പുറകെ പോയി പരാജിതരാകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്ന ചിലർ സമാധാനത്തെ നഷ്ടമാക്കി ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിക്കുവാൻ തുടങ്ങുന്നു. എന്നാൽ ക്രിസ്തുവിന് തങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നവർ ഉയരങ്ങളിലെത്തി തങ്ങളുടേതായ ജീവിതം അനുഗ്രഹമുള്ളതാക്കി തീർക്കുന്നു. അവർ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിക്കുന്നു. അവരെ ഒരു ശക്തിക്കും പരാജിതരാക്കുവാൻ സാധിക്കുകയുമില്ല. അവർ വിശ്വസ്താൽ ജീവിക്കുമെന്ന് വചനം പറയുന്നു. എൻ്റെ നീതിമാൻ വിശ്വസ്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. തന്നെ വിശ്വസിക്കുന്നവർ സകലത്തെയും കീഴടക്കി സകലത്തിന്മീതെ വാഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അവർക്ക് എല്ലാ വാഴ്ചകൾക്കും മീതെ അധികാരം കൊടുക്കുന്നു. പിശാച് അലറുന്ന സിംഹത്തെ പോലെ വന്നാലും ശത്രുക്കൾ അണലിയെപ്പോലെ വന്നാലും അവർക്ക് നിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അവരുടെ തലയെ ചവിട്ടി തകർക്കുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിച്ച് അനുസരിച്ചാൽ ഭൂമിയിലുള്ള സകലത്തിന്മീതെ വാഴുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.